തങ്ങൾ പറയുമ്പോൾ രണ്ട് കത്മാനിൽ വച്ച് വേദനയുണ്ടായാ പറയരുത്. വേദനയുണ്ടായാൽ അല്ലാഹുവേ നിന്റെ ശരീരങ്ങൾക്ക് വേദനയുണ്ട് ആരോടും പറയല്ലേ. ഒരു തലവേദനയെടുത്താ 4 പേരോട് പറയുന്നവരാ. ഒരു തലവേദനയെടുത്താൽ, ഒരു പല്ല് വേദനയെടുത്താൽ, ഒരു നടുവിന് വേദനയെടുത്താൽ, കയ്യിലോ കാലിലോ ഒരു വേദനയെടുത്താൽ കാണുന്നവരോട് മുഴുവനും പറയുന്നവരാ. മോനെ മറച്ചു വെക്കടാ, മോനെ മറച്ചു വെക്കടാ, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, മുത്തുനബിയുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട്. എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. നടന്നു പോകുന്ന വഴിയിൽ പോലും അതാ അപസ്മാരമെന്ന് പറയുന്ന രോഗം വന്ന് ഞാൻ താഴെ വീഴുകയാ. വല്ലാത്ത വേദനയാ നബിയോ, വായിലൂടെ പതയും നിറയും വരുന്നുണ്ട് നബിയോ, വല്ലാത്ത പ്രയാസമാണ് നബിയോ. മുത്തുനബിയുടെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? ഈ രോഗം മാറാ, ഈ വേദന മാറാ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് ചോദിക്കുന്നു, പെങ്ങള്, ഞാൻ ഈ ദുആ ചെയ്താ നിന്റെ വേദന മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ വേദന മാറും. അല്ല, ഈ വേദന നീ അങ്ങ് മറച്ചു വെച്ചാ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്. അല്ലാഹുവേ, മുത്തുനബി പറഞ്ഞ വാക്കാട്, ദുആ ചെയ്താ വേദന മാറും, പക്ഷേ വേദന സഹിച്ചാൽ നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് പറയുമ്പോ ആ പെങ്ങള് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വേദന സഹിക്കാ തയ്യാറാണ് നബിയേ. എനിക്ക് അല്ലാഹു സ്വർഗം തരുമെങ്കില്, എനിക്ക് അല്ലാഹു സ്വർഗം തരുമെങ്കില് ദുആ ചെയ്യണ്ട നബിയേ. എന്റെ പ്രിയ, എന്റെ വേദന മാറണ്ട, എന്റെ വേദന മാറണ്ട. മുത്തുനബിയോട് സ്വർഗം മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു നടക്കുകയാ. വീണ്ടും ആ പെങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? വേദന മാറാനല്ല, വേദന മാറാനല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് നല്ലതുപോലെ കേട്ടോ. അല്ലാഹുവേ, എന്റെ ചെറുപ്പക്കാര്, മുട്ടിന്റെ മുകളിൽ ഔറത്ത് മറയ്ക്കാതെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ഇറങ്ങിയ ഫർദയുമിട്ട് തന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വെളിയിൽ ആണുങ്ങൾക്ക് പ്രദർശനം നടത്തുന്ന എന്റെ നാട്ടിലെ പെണ്ണ്, ഈ അവസ്മാരമെന്ന് പറയുന്ന രോഗം വരുന്ന പെണ്ണ് ലോകത്തിന്റെ നേതാവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എപ്പോഴെവിടെ വെച്ചാ ഈ രോഗം വരുന്നതെന്നറിയില്ല. ഈ രോഗം വന്നിട്ട് ഞാനങ്ങ് ബോധം കെട്ട് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. അന്യപുരുഷന്മാര് എന്റെ ഔറത്ത് കാണുന്നു നബിയേ. ബോധം കെട്ട് വീഴുന്ന സമയത്ത് പോലും ഒരന്യ പുരുഷനും എന്റെ ഔറത്ത് കാണരുത്. അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുവോ നബിയേ? അവസാനമെന്ന് പറയുന്ന രോഗം പിടിച്ച് പിടഞ്ഞ് താഴെ വീടുമ്പോ തന്റെ ഔറത്ത് വെളിവായ അന്യപുരുഷന്മാര് കാണുമെന്ന ഭയത്തോട് ആ പെണ്ണ് പറയുന്നു, അല്ലാഹുവേ, എപ്പ രോഗം വന്നു വീണാൽ എന്റെ ഔറത്ത് മറച്ചു തരാറ് അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യ് നബിയേ. എന്റെ പെങ്ങളെ, സഖിക്കു പൊന്നുമോള്, നിനക്ക് തലവേദനയുണ്ടോ, വയറുവേദനയുണ്ടോ, നടുവേദനയുണ്ടോ, കാൽമുട്ട് വേദനയുണ്ടോ, എന്ത് വേദനയാണെങ്കിലും അല്ലാഹുവോട് പറ. ഏറ്റവും വലിയ ഡോക്ടർ അല്ലാഹുവല്ലേ, ഒരു മരുന്നും അല്ലാഹുവിന് വേണ്ടല്ലോ. അല്ലാഹുവല്ലേ രോഗം തരുന്നത്, അല്ലാഹുവല്ലേ രോഗം തരുന്നത്. അത് മാറ്റിത്തരാനുള്ള കഴിവ് അല്ലാഹുവിനല്ലോ. അതുകൊണ്ട് മോനെ, പടച്ചവനോട് പറ, നാട്ടുകാരോട് പറയില്ലേ.
മറച്ചു വെച്ചു. അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.